സർ, ഇന്ത്യയിൽ ഡയബറ്റിക് പേഷ്യൻസ് അധികരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ ഡയബറ്റിക് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ബ്ലഡ് പ്രഷറും ഇത് കാരണം അധികരിക്കുന്നുണ്ട്. ഈ ബയോട്ടോറിയം പ്രോഡക്ട്സിൽ ഏതാണ് കൂടുതൽ ഉപയോഗപ്രദം? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഡയബറ്റീസ് സ്വീറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് വരുന്നതല്ല. ബേസിക്കലി നിങ്ങൾ ഏത് ആഹാരം കഴിച്ചാലും അത് 2 to 2.5 hours അകത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫാറ്റി ആസിഡ് ആയിട്ട് മാറും. പിന്നെ നിങ്ങളുടെ ശരീരത്ത് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് നിങ്ങൾ കഴിച്ചത് അങ്ങനെ തന്നെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. അതേപോലെ പാൻക്രിയാസ് ഇൻസുലിനെ ക്രിയേറ്റ് ചെയ്യും. പാൻക്രിയാസ് ഇൻസുലിനെ ബേൺ ചെയ്യാൻ അതിന്റെ അകത്ത് ഡിസോൾവ് ഓക്സിജൻ ആവശ്യമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും. കാരണം 3 അടിക്ക് ഒരു സ്ഥലത്ത് ഇരുമ്പ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള നാച്ചുറൽ മാഗ്നറ്റ് ശരിക്കുള്ള പ്രപ്പോർഷനിൽ കിട്ടുന്നില്ല. ഇൻസുലിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ ശരിക്കും ബേൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ പ്രോപ്പർ പ്രപ്പോർഷനിൽ, കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്, അത് പ്രോപ്പർ പ്രപ്പോർഷനിൽ കിട്ടാതെ പോകാം. അത് കിട്ടാത്തത് കാരണം അത് ഗ്ലൂക്കോസിനെ കൂടുതലാക്കാം, പെട്ടെന്ന് വിടും, പെട്ടെന്ന് കൂടുതലാക്കും, പെട്ടെന്ന് വിടും. ഇത് കാരണം നിങ്ങളുടെ ശരീരത്ത് ഷുഗർ ലെവൽ കൂടുതലാകാം. അത് കാരണം ഫാറ്റും കൂടുതലാകും. മൾട്ടിപ്പിൾ അസുഖങ്ങൾ വരാം. അത് കാരണം മൾട്ടിപ്പിൾ ഓർഗൻസ് ഫെയിലിയർ ആകാം. മാഗ്നറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റ്സ് എന്ത് ചെയ്യും? ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ബൈ ഡിഫോൾട്ട് ആൻഡ് എൻഹാൻസ് യുവർ ബ്ലഡ് സർക്കുലേഷൻ. ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കൂടുതലാകുകയാണെങ്കിൽ ഇത് ഒബ്വിയസ് ആയ കാര്യമാണ്. കാരണം ഓക്സിജൻ എന്ത് ആവശ്യമോ അത് അതിന് കിട്ടിയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാൻഡിൽ കത്തിച്ചിട്ട് അതിനെ ഒരു ഗ്ലാസ് കൊണ്ട് മൂടി വെക്കൂ. 10-15 സെക്കൻഡിനകത്ത് അത് അണഞ്ഞു പോകും. കാരണം അതിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. സെയിം തിയറിയാണ് ഇതിനും. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ളപ്പോ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ഇൻസുലിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാതെ പോകും. കാരണം നിങ്ങളുടെ അടുത്ത് പ്രോപ്പർ ഓക്സിജൻ ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഡിസോൾവ് ഓക്സിജൻ കൂടുവാണെങ്കിൽ അതിന് മാഗ്നറ്റ് തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ ഇത് കാരണം ഡയബറ്റീസ് ക്യൂർ ആവുന്ന ഒരു ഉത്തരവാദിത്തം തരില്ല. കമ്പനി അതിനുള്ള ഗ്യാരണ്ടി വാറന്റി ഒന്നും കൊടുക്കാറില്ല. പക്ഷേ അത് തീർച്ചയായും സഹായിക്കും. നിങ്ങളത് കൺട്രോളിൽ വെക്കാനും ഫ്യൂച്ചറിൽ ഇത് വരാതിരിക്കാനും സഹായിക്കും. നമ്മുടെ ആക്ച്വൽ പ്രോഡക്ട്സ് പ്രിവെൻഷന് സംബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചറിൽ ഒരു അസംഭവം സംഭവിക്കാൻ പാടില്ലെന്നാണ്. നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ ഇപ്പൊ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങണം. ഹെൽത്തി ആയിട്ടുള്ളവരാണ് ഇത് ആദ്യം യൂസ് ചെയ്യേണ്ടത്. പിന്നെ അൺഹെൽത്തി ആയി ഇരിക്കുന്നവർ ഇത് യൂസ് ചെയ്യാം. ഇത് ഹൈ BP പോലും നല്ലോണം ബാലൻസ് ചെയ്യും. പിന്നെ അത് ടോട്ടലായിട്ട് നല്ല ബാലൻസ് ചെയ്ത് നല്ല കൺട്രോളിൽ വെക്കും. കാരണം ഈ ഹൈ BPയും ഡയബറ്റിക്കും ഒരു ചെതില് മാതിരിയാണ്. അത് കുറച്ചായിട്ട് നമ്മളെ ഇല്ലാതെയാക്കും. അത് കാരണം നിങ്ങൾ ഈ മാഗ്നറ്റിക് കിടക്കയിൽ കിടക്കണം, മാഗ്നറ്റിക് വെള്ളം കുടിക്കണം, ബ്രേസ്ലെറ്റ് ഇടണം. ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സിനെ യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ ലൈഫ് ടൈം മുഴുവനും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾ റൊട്ടീൻ ജോലി ദിവസം ചെയ്തുകൊണ്ടിരിക്കാം.